അസ്സലാമു അലൈക്കും. രാവിലത്തെ ഒരു ചായ നമുക്കെല്ലാവർക്കും ഒരു എനർജി ബൂസ്റ്റർ അല്ലേ? നിങ്ങളുടെ ചായയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നിങ്ങളുടെ ചായ ഒരു രോഗപ്രതിരോധത്തിനുള്ള മരുന്നാക്കി മാറ്റാം. ഇന്നത്തെ ന്യൂട്രിഡോക് എല്ലാ ടീ ലവേഴ്സിനും വേണ്ടിയാണ്. വെൽക്കം ബാക്ക് വിത്ത് ഡോക്ടർ സഫിയ മൂസ. ഇന്ന് നമുക്ക് 3 ചായകൾ പരിചയപ്പെടാം. ആദ്യം സിന്നമൺ ടീ. സ്ത്രീകളിൽ ഇപ്പോൾ ധാരാളമായി കാണുന്ന PCOD എന്ന രോഗത്തിൽ ആൻറ്റി മുല്ലേനിയൽ ഹോർമോൺ കൂടുകയും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയുകയുമാണ് ചെയ്യുന്നത്. കറുകപ്പട്ടയ്ക്ക് ആൻറ്റി മുല്ലേനിയൽ ഹോർമോൺ അതായത് AMH കൂട്ടാനും അതുപോലെ തന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറക്കാനുമുള്ള കഴിവുണ്ട്. ഇതേ കാരണം കൊണ്ട് തന്നെ ഡയബറ്റിക് രോഗികൾക്ക് കറുകപ്പട്ട ഏറെ ഉപകാരപ്രദമാണ്. കറുകപ്പട്ടയ്ക്ക് ബ്ലഡ് ഷുഗർ കുറക്കാനുള്ള കഴിവ് ഉള്ളതിനാൽ വെയിറ്റ് ലോസിനും കറുകപ്പട്ട ഉപയോഗിക്കാം. ഇത്രയും ഉപകാരപ്രദമായ സിന്നമൺ ടീ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി ഗ്രീൻ ടീ എങ്ങനെയെന്ന് നോക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്യാൻസറിൻ്റെ സ്റ്റഡീസ് പ്രകാരം ഗ്രീൻ ടീയിലെ ഫിനോഫ്തനോൾ എന്ന ഘടകം ആൻറ്റി ക്യാൻസറസ് എഫക്റ്റാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഗ്രീൻ ടീയിലുള്ള ലെവോത്തിനാൽ എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ഗ്രീൻ ടീയിനെ ഒരു ആൻറ്റി ഡിപ്രസൻ്റായി യൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ LDL കുറക്കാനുള്ള കഴിവുള്ളതിനാൽ ഗ്രീൻ ടീയെ ആൻറ്റി ഒബേസിറ്റി തടി കുറക്കാനുള്ള വെയിറ്റ് ലോസ് മാർഗമായും യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്രീൻ ടീ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഗ്രീൻ ടീ അധികമായാൽ നമ്മളുടെ അയോൺ ബൈൻഡിങ് കപ്പാസിറ്റി കുറക്കുന്നതാണ്. അതുകൊണ്ട് വളർച്ചയുള്ളവരും കുട്ടികളും അധികമായി ഗ്രീൻ ടീ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാം. അതല്ലെങ്കിൽ ഗ്രീൻ ടീ ഉണ്ടാക്കുമ്പോൾ ഒരു 1 or 2 ഡ്രോപ്സ് ലെമൺ ജ്യൂസ് നാരങ്ങ അതിൽ ചേർത്താൽ വൈറ്റമിൻ C ഉള്ളത് കൊണ്ട് ബൈൻഡിങ് കപ്പാസിറ്റി കുറക്കാനുള്ള കഴിവിനെ തടയുന്നതാണ്. ഇനി ഗ്രീൻ ടീ എങ്ങനെയെന്ന് കാണാം. ഇനി ടർമറിക് ടീ എന്തൊക്കെ ഉപയോഗങ്ങൾ നമുക്ക് തരുമെന്ന് നോക്കാം. ടർമറിക്കിലെ കുർക്കുമിൻ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇമ്മ്യൂണോ ബൂസ്റ്ററാണ്. ഇമ്മ്യൂണോ ബൂസ്റ്റിംഗ് പവർ ഉള്ളതിനാൽ കുർക്കുമിനെ അല്ലെങ്കിൽ മഞ്ഞളിട്ട ചായയെ നമ്മൾക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനായി ഉപയോഗിക്കാം. ഇതുപോലെ തന്നെ അതിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പവർ ഉള്ളതിനാൽ സന്ധിവാത രോഗികൾക്ക് ഒരു വേദന സംഹാരിയായി ഈ ചായ കഴിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ടർമറിക്കിൻ്റെ മറ്റൊരു കഴിവാണ് അതിലെ കുർക്കുമിൻ ടൗ പ്രോട്ടീൻ, അതായത് പാർക്കിൻസോണിസം, അൽഷിമേഴ്സ് തുടങ്ങിയ രോഗങ്ങളിൽ കാണുന്ന പ്രോട്ടീൻ്റെ അളവ് കുറക്കാൻ സഹായിക്കുന്നതാണ്. ടർമറിക് ടീ ഉണ്ടാക്കുമ്പോഴുള്ള വേറൊരു ടിപ്പ്, ടർമറിക് ടീ ഉണ്ടാക്കുമ്പോൾ 1 നുള്ളി കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ നെയ്യും ചേർത്താൽ ടർമറിക്കിൻ്റെ അബ്സോർപ്ഷനെ സഹായിക്കുന്നതാണ്. ഇനി ടർമറിക് ടീ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വെറും ഒരു ചായ ഇത്ര ഹെൽത്തി ആക്കി മാറ്റാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതൊരു പേഷ്യൻറ്റിൻ്റെ സജഷനായിരുന്നു. ഇതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്.